നമുക്കിപ്പോൾ വചന ശുശ്രൂഷ ആരംഭിക്കാം എന്ന് ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കളുടെ വലിയ പ്രത്യാശയുടെ ഒരു വാക്കാണ് കർത്താവിനെ നാം കാണും. മറ്റൊന്നും കണ്ടില്ലെങ്കിലും കർത്താവിനെ ഒന്ന് കണ്ടാൽ മതി. മറ്റൊന്നും ഈ ലോകത്തിൽ അറിഞ്ഞില്ലെങ്കിലും സാരമില്ല, കർത്താവിനെ അറിയാതെ പോകരുത്. പ്രിയ ദൈവദാസൻ മോൻസൊക്കെ ഓർപ്പിച്ചതുപോലെ ഈ ദേശത്തുള്ള അനേകരിവിടെ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ സന്ദേശം ദയവായി വളരെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. മരണം സംഭവിച്ച ഒരു വീട്ടിൽ പല ശബ്ദങ്ങൾ മുഴങ്ങി കേട്ടിട്ടുണ്ട്. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലാണ്. അതിലൊരു ശബ്ദമാണ്, ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു. ഇവിടെയുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണത്. ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സന്ദേശം വളരെ ശ്രദ്ധിക്കണം. ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു. നിങ്ങളെല്ലാവരെയും വിളിക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ 2 വിളിയാണ് കേട്ടത്. ഒന്ന്, രക്ഷിക്കപ്പെട്ട സമയത്ത് കേട്ട വിളി, എൻ്റെ അടുക്കലേക്ക് വരിക. അപ്പൊ കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ അടുക്കൽ വന്ന് താൻ വിശ്വാസത്തിലേക്ക് വന്നു, കൃപയിലേക്ക് വന്നു. ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു എന്നുള്ള ശബ്ദം കേൾക്കുകയും കർത്താവിനെ ഹൃദയത്തിൽ കർത്താവ് രക്ഷിതാവുമായി വിശ്വാസത്താൽ സ്വീകരിച്ച് ദൈവമകളായി തീരുവാൻ ഭാഗ്യമുണ്ടായി. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് ഭാഗ്യം, നിത്യജീവൻ. അപ്പോൾ ആ വിളി ഈ സഹോദരി കേട്ടു. 2-ാമത്തെ വിളി എന്ന് പറയുന്നത് ഇവിടെ കയറി വരിക. അവിടെ ഒരു വിളിയുണ്ട് അല്ലേ? അത് ലാസ്റ്റ് വിളിയാ, ഫൈനൽ കോൾ. ഈ ജീവിതത്തിൽ അവസാനമായി കേൾക്കുന്ന ശബ്ദം. വളരെ ശ്രദ്ധിക്കുക. ആ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ലോകത്തിൽ ഒരു ശബ്ദവും പിന്നെ കേൾക്കേണ്ട കാര്യമില്ല, കേൾക്കേണ്ട ആവശ്യവുമില്ല, കേൾക്കുകയുമില്ല. കാരണം സ്വർഗത്തിൽ നിന്നുള്ള ആ ശബ്ദം, ഇവിടെ കയറി വരിക എന്ന് പറയുന്ന ആ ശബ്ദം ഓരോ ദൈവമക്കളും വിശ്വാസികളും കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇമ്മീഡിയറ്റ്ലി അങ്ങോട്ട് പോകുക എന്ന് മാത്രം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ഈ സഹോദരി ഇപ്പോൾ അവിടെ വിശ്രമിക്കുക. തന്റെ വേലയെല്ലാം കഴിഞ്ഞു, തന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, തന്റെ ജീവിതം കഴിഞ്ഞു, ഈ ലോക ജീവിതം കഴിഞ്ഞു. ഇപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുക. നേരത്തെ ഓർപ്പിച്ചതുപോലെ വേർപാട് ദുഃഖമാണ്, മരണം ദുഃഖമാണ്. ഇവിടെ ദുഃഖം തളം കെട്ടി കിടക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാണ്, അത് നിഷേധിക്കാൻ സാധ്യമല്ല. എവിടെ മരണമുണ്ടോ അവിടെ ദുഃഖമുണ്ട്. എന്നാൽ പ്രത്യാശ എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ മക്കൾക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ ഈ സഹോദരി കേട്ട 2-ാമത്തെ ഏറ്റവും വലിയ വിളി എന്ന് പറയുന്നത് ഇവിടെ കയറി വരിക. ആ ശബ്ദം കേൾക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുകയും ചെയ്തു. ഇവിടെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായത്തില് വളരെ 3 പ്രധാനപ്പെട്ട കാര്യം അടർത്തിയെടുത്ത് പറയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്നാമതായിട്ട് തിരുവെഴുത്ത് നാം പരിശോധിച്ചാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്ന ഒരു വലിയ സത്യമുണ്ട്. പാപിയുടെ മരണത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ല, അല്ലേ? പാപിയുടെ മരണത്തില്, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചാൽ ആ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല, ദൈവത്തിന് ഇഷ്ടമില്ല. യെഹെസ്കേലിന്റെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ കൂടെ പറയുന്നുണ്ട്, പാപത്തിൽ മരിക്കും, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അത് ശരിയാണ്. എന്നാൽ പാപത്തിൽ മരിച്ചാൽ അതിനോളം അപകടം വേറെ ഒന്നുമില്ല. കാരണം മരിച്ച് പാപത്തിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടേക്കാ പോകുന്നത്? നേരെ
നരകത്തിൽ. ധനവാനും ലാസറും മരിച്ചു. ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ പടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനോ? അവൻ ധനവാനായിട്ടല്ലേ ജീവിച്ചത്? അവന് എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? പക്ഷെ ഒരിക്കൽ പോലും ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് ശബ്ദം കേട്ടപ്പോൾ അവൻ ആ വിളി കേൾക്കാൻ തയ്യാറായില്ല. ദൈവത്തിന്റെ വിളി, സ്വർഗത്തിന്റെ വിളി, യേശുവിന്റെ വിളി, എന്റെ അടുക്കലേക്ക് വരിക, എന്നിൽ വിശ്വസിക്കുക. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരണം കാണുകയില്ല. രണ്ടാം മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല. പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ധനവാനായ മനുഷ്യൻ ആ യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് പറയുകയാണ്, ഒരു റിക്വസ്റ്റ് ഉണ്ട്, അബ്രഹാം പിതാവേ, ആ ലാസറിനെ ഇങ്ങോട്ട് അയച്ച് ഒരു തുള്ളി വെള്ളം വേണം. അയ്യോ, അത് സാധ്യമല്ല. ഇവിടുന്ന് അങ്ങോട്ട് വരാൻ സാധ്യമല്ല, ഇങ്ങോട്ട് വരാൻ സാധ്യമല്ല. ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ആ ദൈവത്തിന്റെ വിളി കേൾക്കേണ്ടതായിരുന്നു. യേശുവിന്റെ വിളി കേൾക്കേണ്ടതായിരുന്നു. യേശുവിനെ അറിയേണ്ടതായിരുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടതായിരുന്നു. ദൈവ മകനായി തീരേണ്ടതായിരുന്നു. ഇതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ആ ധനവാൻ പറയാണ്, എനിക്ക് ഭൂമിയിൽ 5 സഹോദരന്മാരുണ്ട്. അവർ ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ ഈ സന്ദേശം അവരെ അറിയിക്കണം. ഏത് സന്ദേശം? ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സന്ദേശം, ഈ തിരുവെഴുത്ത്, ഈ ദൈവവചനം, ഈ സുവിശേഷം, യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ദൈവത്തിന്റെ മക്കളായി തീരും എന്നുള്ള സന്ദേശം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്നുള്ള ആ സന്ദേശം അവരെ കേൾപ്പിക്കണം, അവരെ അറിയിക്കണം. അപ്പോഴും പറഞ്ഞു, അതും സാധ്യമല്ല. അവർക്ക് മോശയും പ്രവാചകന്മാരുണ്ട്, അവർക്ക് ദൈവത്തിന്റെ ദാസന്മാരുണ്ട്. അവർ പറയുന്നത് അവർ കേൾക്കണം, അവർ പ്രസംഗിക്കുന്നത് അവർ കേൾക്കണം. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ദൈവം വിളിക്കാത്ത ആരുമില്ല. ദൈവം എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുക, ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുക. രക്ഷിക്കപ്പെടാത്ത അനേകര് ഇവിടെ കടന്നു വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ ഭരിക്കരുത്. പാപത്തിൽ ഭരിച്ചാൽ നിത്യനരകത്തിലേക്ക് പോകും. രക്ഷപ്പെടാൻ പിന്നെ സാധ്യമല്ല. എന്നാൽ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ചടക്കപ്പെട്ട ദൈവപുത്രനായ ലോകരക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തു, പാപമില്ലാത്തവൻ, പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, നീതിമാൻ, പരിശുദ്ധൻ, ദൈവം മനുഷ്യനായി വന്ന രാജാവായി പിറന്നവനും രാജാവായി ജീവിച്ചവനും, കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുമ്പോഴും യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞ് ആർക്ക് പാടി ദൈവത്തെ സ്തുതിച്ച യഹൂദന്മാരുടെ രാജാവായ ദൈവപുത്രനായ ലോകരക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തു, ആ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി വിശ്വാസത്താൽ സ്വീകരിച്ച് ദൈവത്തിന്റെ മക്കളായി തീരണം. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ഈ വിളി സ്വർഗീയ വിളിയാണ്, കർത്താവിന്റെ വിളിയാണ്, ദൈവത്തിന്റെ വിളിയാണ്, രക്ഷയ്ക്കായുള്ള വിളിയാണ്, പാപമോചനത്തിന്റെ വിളിയാണ്, സമാധാനത്തിന്റെ വിളിയാണ്, സന്തോഷത്തിന്റെ വിളിയാണ്, ആശ്വാസത്തിന്റെ വിളിയാണ്. ദൈവത്തിന്റെ മക്കളായി തീരുവാൻ, ദൈവത്തിന്റെ രാജ്യത്തിന് അവകാശികളായി തീരാനുള്ള വിളിയാണ് ഗുരുവിന്റെ വിളി, യേശുവിന്റെ വിളി. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഈ അധ്യായത്തിൽ തന്നെ കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വാസമാണ് ആധാരമായിരിക്കുന്നത്. കാതലായ സത്യം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവവചനത്തിൽ വിശ്വസിക്കണം, ദൈവപുത്രന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കണം. ഭാവിയായ എനിക്ക് വേണ്ടി, എന്റെ പാപങ്ങൾക്ക് വേണ്ടി 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ ലോകരക്ഷിതാവായ ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു ഒരു ദിവസം എല്ലാം മുഴങ്ങാനും യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ മുൻപിൽ മുട്ടുമടക്കാൻ പോകുക. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടതായിട്ട് വരും.
പ്രിയപ്പെട്ടവരെ, അന്ന് രക്ഷയില്ല, ഇന്ന് രക്ഷയുണ്ട്. കാലം തികഞ്ഞു, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അതുകൊണ്ടാണ് ഈ മരണ വീട്ടിൽ വെച്ച് കർത്താവ് പറഞ്ഞൊരു വാക്ക്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, ഞാൻ വാതിലാണ്, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ജീവൻ തന്ന് എന്നെയും നിങ്ങളെയും സ്നേഹിച്ച, ജീവൻ തന്ന് നമ്മെ നിത്യ നരകത്തിൽ നിന്ന്, നിത്യനാശത്തിൽ നിന്ന്, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച, നമ്മെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്ന രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദൈവപുത്രന്റെ അടുക്കലേക്ക് വരിക. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുകയാണ് ദൈവത്തിന്റെ അടുക്കലേക്ക്, സ്വർഗത്തിലേക്കുള്ള വിളി. ദൈവമക്കളായി തീരേണ്ടതിന്, ദൈവമകനായി തീരേണ്ടതിന് വിശ്വാസത്താൽ, കൃപയാൽ ദൈവത്തിന്റെ മക്കളായി, ദൈവമുള്ളവരായി തീരേണ്ടതിന് നിന്നെ വിളിക്കുകയാണ്. ഇവിടെ ഈ ലാസറിന്റെ കല്ലറയുടെ തൊട്ടു മുൻപിൽ നിന്നിട്ട് കർത്താവ് ചെയ്ത ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കണോ? കർത്താവ് മേലോട്ട് നോക്കി. കർത്താവ് മേലോട്ട് നോക്കി. എന്തിനാ കർത്താവ് മേലോട്ട് നോക്കുന്നത്? താൻ ദൈവമല്ലേ? എന്നാൽ പിതാവിനോട് പ്രത്യേകമായ നിലയിൽ ദൈവപുത്രൻ സംസാരിക്കുന്നത് നാം ഇവിടെ കാണുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ ഒരു പ്രത്യേകത, അവിടെ മരണവും ജീവനും തമ്മിൽ സമ്മേളിക്കുന്ന ഒരു രംഗം നാം കാണുകയാണ്. വളരെ ശ്രദ്ധിക്കുക. മരണവും ജീവനും. മരിച്ചതാരാ? ലാസർ. നാറ്റം വെച്ചതാരാ? ലാസർ അല്ലേ? എന്നാൽ എന്താ ചെയ്തത്? കർത്താവ് എന്താ ചെയ്തത്? യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷന്മാർ വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു, ഞാൻ ഇത് പറയുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. രണ്ടാമത്തെ വിളി. കർത്താവ് ക്രൂശ് മരണത്തിലും ഉറക്കെ നിലവിളിച്ചെന്നാണ് നാം കേൾക്കുന്നത് അല്ലേ? 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ട. ദൈവപുത്രൻ ക്രൂശിൽ കിടന്ന് കരയുക, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് അലറി കരയുകയാണ്. ഇവിടെയും ഒരു വിളി കേൾക്കുകയാണ്. ഒന്നാമത്തെ വിളി നാം എന്താ കേട്ടത്? ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ആ വിളിയിൽ നമ്മൾ എല്ലാവരും ഉണ്ട്. ആ വിളി കേട്ട് രക്ഷിക്കപ്പെട്ട ദൈവദാസന്മാരുണ്ട്, സുവിശേഷകന്മാരായ ദൈവദാസന്മാരുണ്ട്, മൂപ്പന്മാരായ ദൈവദാസന്മാരുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്. താളിക്കോട് സഭയിലുള്ള ദൈവജനമുണ്ട്, ചെറുക്കാക്കോടുള്ള സഭയിലുള്ള ദൈവജനമുണ്ട്, നെല്ലിക്കുന്നത്തുള്ള ദൈവജനമുണ്ട്. ലോകത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരും ആ വിളി കേട്ടവരും വിശ്വസിച്ചവരും ദൈവത്തിന്റെ മക്കളും പ്രത്യാശയുള്ളവരാണ്. ഇവിടെ ഇതാ രണ്ടാമത്തെ വിളി. ആരെ വിളിച്ചത്? മരിച്ച് 4 ദിവസം നാറ്റം വെച്ച ലാസറെ വിളിക്കുകയാണ്. ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിക്കുകയാണ്. മനോഹരമായൊരു വിളി. ആ വിളി കേട്ടിട്ട് ലാസർ അവിടെ തന്നെ കിടന്നു. ആ വിളി കേൾക്കേണ്ട താമസം ലാസർ എന്ത് ചെയ്തു? ലാസർ പുറത്തു വന്നു. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ കല്ലറ കണ്ടു. ഈ കല്ലറ കണ്ടപ്പോ ഞാൻ അവിടേക്ക് ഒന്ന് നടന്നു. ഈ മറിയയുടെയും മാർത്തയുടെയും ലാസറിന്റെയും വീട്, അതിന്റെ ചുറ്റുമൊക്കെ നടന്നു. നല്ല നല്ല വീടാണ്, നല്ല മനോഹരമായ തോട്ടമാണ്, ഗുഹ പോലെയുള്ള റൂമുകളാണ്. ഒരു ഗുഹയുടെ അടിയിലാണ് ഈ ലാസറിനെ അടക്കിയിരിക്കുന്നതും. ഒരു വാതില് പോലെ ഒരു അറ പോലെ ഒരു സ്ഥലമുണ്ട്. ഞാൻ അവിടെ കുറെ നടന്നു. എന്തിനാ നടന്നെന്നറിയോ? എന്റെ കർത്താവിന്റെ തൃപ്പാദം ചവിട്ടിയ ഈ സ്ഥലത്ത് എന്റെ കാലൂടെ ഒന്ന് ചവിട്ടട്ടെ. കോരിത്തിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഈ മറിയയും മാർത്തയും താമസിച്ച, ലാസറും താമസിച്ച വീടിന്റെ 2 പ്രത്യേകത. യേശു കൂടെ ഈ വീട്ടിൽ വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഇപ്പോൾ യേശു വന്നിരിക്കുക. എന്തിനാ? എനിക്ക് പ്രിയനായവൻ ഇതാ ദീനമായി കിടക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് പ്രിയനായവൻ, ദൈവത്തിന് പ്രിയനായവൻ, കർത്താവിന് പ്രിയനായവൻ
ലാസർ നിദ്ര കൊള്ളുകയ, മരിച്ചടക്കപ്പെട്ടിരിക്കുക, ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ള സന്ദേശം. ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോവുക എന്നുള്ള സന്ദേശം. അവിടെയാണ് ഈ രണ്ടാമത്തെ വിളി, ലാസറേ പുറത്ത് വരിക. കേൾക്കേണ്ട താമസം. മരിച്ച് 4 ദിവസമായ നാറ്റപ്പിച്ച ലാസർ അവൻ പുറത്തു വന്നു. അപ്പോൾ പറഞ്ഞു മറ്റുള്ളവരോട്, ശിഷ്യന്മാരോടും ചുറ്റും നിൽക്കുന്നവരോട് പറഞ്ഞു, അവന്റെ കെട്ടഴിക്കുക, അവൻ പോകട്ടെ എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും ഒരു കെട്ടുണ്ടായിരുന്നു. ആ കെട്ടേതാ? ദൈവമക്കളാകുന്നതിന് മുൻപ് നമുക്കെല്ലാവർക്കും ഒരു കെട്ടുണ്ടായിരുന്നു, ഈ ലാസറിനെ പോലെ. ആ കെട്ടെന്താ കെട്ട്? പാപത്തിന്റെ കെട്ട്. അത് അടിച്ചതാരാ? കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ, കർത്താവിന് ഹൃദയം കൊടുത്തപ്പോൾ, ദൈവമക്കളായി തീർന്നപ്പോൾ വിളിയും കേട്ടു, കെട്ടും അഴിഞ്ഞു, സ്വാതന്ത്ര്യവും ലഭിച്ചു. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരായി. ആത്മീകമായ സ്വാതന്ത്ര്യം. അപ്പോൾ ഇവിടെ വലിയ വിടുതല ഉണ്ടായത്, വലിയ വിടുതല. അത് കഴിഞ്ഞ് തൊട്ട് 12-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ആരാധനയുടെ ഭവനമായി മാറി. ദുഃഖം മാറി, കെട്ടുകൾ അഴിഞ്ഞു, ലാസർ ഉയർത്തെഴുന്നേറ്റു. അവനെ കർത്താവ് ജീവൻ കൊടുത്ത് ഉയർപ്പിച്ചു. അവൻ പുറത്തു വന്നിരിക്കുക, അവൻ ഫ്രീ ആയി. 12-ാമത്തെ അധ്യായത്തിൽ പന്തിയിലിരുന്ന കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? യേശു ഉണ്ടായിരുന്നു, ലാസറും ഉണ്ടായിരുന്നു. അപ്പോൾ മറിയ വിലയേറെ തൈലമെടുത്ത് കർത്താവിന്റെ കാൽക്കൽ പൂശി. അപ്പോൾ യൂദയും കൂട്ടരും പറഞ്ഞു, ഇത് വെറും ചെലവാ, 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞ എന്തെല്ലാം പ്രയോജനപ്പെടും, പാവപ്പെട്ടവർക്ക് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ കർത്താവോട് ഒരു കാര്യം പറഞ്ഞു, അവൾ മുൻകൂട്ടി എന്റെ ശവസംസ്കാരത്തിനായി ഇത് ചെയ്തു എന്നിരിക്കട്ടെ. കർത്താവിന്റെ മരണത്തിന് ചിത്രം കൊണ്ടിരിക്കുക, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ചിത്രം. യേശു ക്രിസ്തു മരിച്ചു, മരണത്തെ ജയിച്ചവൻ, ലോകത്തെ ജയിച്ചവൻ, പിശാചിനെ ജയിച്ചവൻ, ക്രൂശിൽ ജയം കൊണ്ടാടിയ ദൈവപുത്രൻ പറയാണ്, എന്റെ മരണം, എന്റെ ശവസംസ്കാരം, അതിനായിട്ട് അവൾ ഒരുക്കിയിരിക്കുന്ന ഈ തൈലം, ഇത് വെറും ചെലവല്ല. ദരിദ്രർ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്, എപ്പോ വേണമെങ്കിലും ചെയ്യാം. എന്നാൽ ഇങ്ങനെയുള്ള അവസരം വളരെ ചുരുക്കമാണ്. ദൈവത്തിന് കൊടുക്കുവാൻ, ദൈവത്തെ മാനിക്കുവാൻ, ദൈവത്തെ സ്നേഹിപ്പാൻ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ മക്കളുടെ മരണത്തിന്റെ കാര്യം പറയുമ്പോൾ അവർ വിശ്വാസത്തിൽ മരിച്ചു എന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. അവിടെ വിശ്വാസവീരന്മാരുടെ കാര്യമാണ് പറയുന്നത്. പക്ഷെ അവരുടെ മരണത്തിന്റെ കാര്യം പറയുമ്പോൾ അവർ ദൈവത്തെ പ്രസാദിപ്പിച്ചവരും ദൈവത്തിന് വേണ്ടി ജീവിച്ചവരും വില കൊടുത്തവരും. അവർ മരിച്ചപ്പോൾ എങ്ങനെയാ മരിച്ചത്? എന്തിനാ മരിച്ചത്? അവർ വിശ്വാസത്തിൽ മരിച്ചു. മരിക്കുന്നെങ്കിൽ പാപത്തിൽ മരിച്ച് നരകത്തിൽ പോകരുത്. നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ട ആളാണെങ്കിലും നിങ്ങൾ മരിക്കുമ്പോൾ വിശ്വാസത്തിൽ മരിക്കണം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നത്, കാഹളം ധ്വനിക്ക് മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. പിന്നെ പറയുന്നത് എന്താ? ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ. ഈ സഹോദരി ആ സഹോദരിക്ക് ഒരു മുൻസ്ഥാനം കിട്ടി. അവൾ ക്രിസ്തുവിൽ മരിച്ചു. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഇവിടെ നാം വായിക്കുന്നത് ക്രിസ്തുവിൽ മരിക്കുക, കർത്താവിൽ മരിക്കുക. ദൈവത്തിന് പ്രസാദമല്ലാത്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവം വെറുക്കുന്ന മരണമല്ല. കർത്താവിൽ മരിക്കണം. മരിക്കുന്നെങ്കിൽ വിശ്വാസത്തിൽ മരിക്കണം. സ്തെഫാനോസിന്റെ മരണത്തിന്റെ കാര്യം പറയുമ്പോൾ അവിടെ നാം വായിക്കുന്നത് എന്താ? അതൊരു പ്രത്യാശയുള്ള, അല്ലെങ്കിൽ ഒരു വലിയ ദർശനമുള്ള മരണമാണ്, അല്ലേ? കല്ലുകൾ വന്ന് തന്റെ ശരീരത്തിൽ വീഴുക. താൻ മരിക്കാറായി. താൻ മുകളിലേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് ഞാൻ കാണുന്നു. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് കാണുമെന്ന് ഇയ്യോബ് പറഞ്ഞ അതേ കാര്യം ഇവിടെ നാം കാണുന്നത്. ഇതാ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഇത് പറഞ്ഞിട്ടാ അവൻ മരിച്ചത്. കർത്താവിനെ കണ്ടു, വിളി കേട്ടു, അവൻ സ്വർഗത്തിലേക്ക് പോയി. ഇതാ കർത്താവിന്റെ മഹത്വം ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് കാണുക. ദൈവത്തിന്റെ മഹത്വം, യേശു ക്രിസ്തുവിന്റെ മരണം, മഹത്വം, മരിച്ചടക്കപ്പെട്ട
ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ ശക്തിയുടെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്ന കർത്താവിന്റെ ആ മഹത്വം. അപ്പോൾ ഒന്നാമത്, നാം മരിക്കുന്നെങ്കിൽ പാപത്തിൽ മരിക്കരുത്. നാം മരിക്കുന്നെങ്കിൽ വിശ്വാസത്തിൽ മരിക്കണം. നാം മരിക്കുന്നെങ്കിൽ ക്രിസ്തുവിൽ മരിക്കണം. നാം മരിക്കുന്നെങ്കിൽ ദർശനമുള്ള മരണമായിരിക്കണം. നാലാമത്, നാം മരിക്കുന്നെങ്കിൽ വചനത്തിൽ മരിക്കണം. ആരുടെ കാര്യം പറയപ്പെടാ? വചനത്തിന്റെ കാര്യം പറഞ്ഞത്. ദൈവവചന പ്രകാരം അവൻ മരിച്ചു. ആരാ? ദൈവത്തിന്റെ ദാസനായ മോശ. ആവർത്തന പുസ്തകം 34-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ മോശയുടെ മരണത്തിന്റെ കാര്യം പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദൈവവചന പ്രകാരം മോശ മരിച്ചു. ഈ ബൈബിൾ ഉണ്ടല്ലോ, ധാരാളം നിങ്ങൾ വായിക്കണം. ധാരാളം വായിക്കുക സഹോദരിമാരെ, ധാരാളം വായിക്കുക. ഈ ബൈബിള് ഒരു ദിവസം നിങ്ങളെ മാനിക്കും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ദൈവത്തിന്റെ വചനം കേട്ട് 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 ദൈവത്തിന്റെ വചനം തന്റെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നതുകൊണ്ട് മോശയുടെ മരണത്തിന്റെ കാര്യം പറയുമ്പോൾ ദൈവാത്മാവ് രേഖപ്പെടുത്തിയത് ദൈവവചന പ്രകാരം മരിക്കും. എന്തോ ഒരു ഭാഗ്യമുള്ള മരണമാണ്. മരിക്കുന്നെങ്കിൽ അങ്ങനെ മരിക്കണം. ദൈവവചന പ്രകാരം ക്രിസ്തുവിൽ വിശ്വാസത്തിൽ ദർശനമുള്ള മരണം. ഇനി വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോഴോ ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഭാഗ്യമുള്ള മരണം കർത്താവിലുള്ള മരണം. പാപത്തിലുള്ള മരണമല്ല, നരകത്തിൽ ചെന്ന് ചേരുന്ന മരണമല്ല, മരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന മരണം. ദൂതന്മാർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മരണം. ഇവിടെ കയറി വരിക എന്നുള്ള സ്വർഗത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടുള്ള മരണം. ആ ശബ്ദം കേട്ട് കർത്താവിനെ കണ്ടുകൊണ്ടുള്ള ആ യാത്ര മധ്യേ ആ തേജസ്സിന്റെ കർത്താവിനെ കണ്ടുകൊണ്ട് അവിടെ എത്തിച്ചേരുക, അങ്ങേ കരയിൽ എത്തിച്ചേരുക. എത്ര വലിയ മരണമാണ്! എത്ര ഭാഗ്യമുള്ള മരണമാണ് കർത്താവിലുള്ള മരണം, വിശ്വാസത്തിലുള്ള മരണം, ദർശനമുള്ള മരണം, ക്രിസ്തുവിനുള്ള മരണം, ഭാഗ്യമുള്ള മരണം, ദൈവ മകനെന്ന നിലയിലുള്ള മരണം, ദൈവ മക്കളെന്ന നിലയിലുള്ള മരണം. ജീവിതം ദൈവത്തിന് പ്രസാദമാണെങ്കിൽ മരണവും ദൈവത്തിന് പ്രസാദമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ ആരോടാ കർത്താവ് ഇത് പറഞ്ഞെന്നറിയോ? പത്രോസിനോടാ പറഞ്ഞത്. നീ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ, യുവാവായിരുന്നപ്പോൾ നിന്റെ ഇഷ്ടത്തിന് അരകെട്ടി, നിന്റെ ഇഷ്ടമുള്ളവിടത്ത്, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നീ ഓടി നടന്ന് പല കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ പ്രായമായി വരുന്നു, പ്രായമാകും, ക്ഷീണമാകും. അപ്പോൾ നിന്റെ അര നീയല്ല കെട്ടുക, വേറൊരാളാണ് നിന്റെ അര കെട്ടുക. അവിടെ പറയുക, എന്നിട്ട് പറയുക, നിന്റെ മരണം കൊണ്ട് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടും. ഈ സഹോദരിയുടെ മരണം കൊണ്ട് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയതിന്റെ കാരണം യേശുവിനെ അറിഞ്ഞു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ആ യേശുവിന്റെ വിളി കേട്ടു, യേശുവിന് ജീവിതം സമർപ്പിച്ചു, കർത്താവിന് ജീവിതം സമർപ്പിക്കുകയും ദൈവത്തിന് വേണ്ടി ജീവിച്ചു. നല്ലൊരു ജീവിതം. വലിയ ആയുസ്സൊന്നും പറയാനില്ല. ആയുസിന്റെ മധ്യത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. 53 വയസ്സേ ആയിട്ടുള്ളൂ. ഇപ്പോൾ വലിയ പ്രായമായിട്ടൊന്നുമില്ല. പക്ഷെ ദൈവത്തിന്റെ സമയമായപ്പോൾ, തന്റെ വേല, കർത്താവിന്റെ വേല നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ആ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ദൈവം ഒരു ശബ്ദം കേൾപ്പിച്ചു, ഇവിടെ കയറി വരും. എന്തോ ഒരു ഭാഗ്യമുള്ള ഒരു ശബ്ദമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒടുവിലത്തായി ആ വാക്യം വായിച്ച് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതിന്റെ അവസാനം വരുമ്പോൾ അതിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യത്തില് അവർ യേശുവിനെ അന്വേഷിച്ചു. ദേവാലയത്തിൽ നിന്നുകൊണ്ട് എന്തു തോന്നുന്നു, അവൻ പെരുന്നാളിന് വരികയില്ലയോ എന്ന് പറഞ്ഞു. എന്നാൽ മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും അവനെ അവനെ പിടിക്കണം എന്ന് വെച്ച് അവൻ ഇരുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിനെ കൊല്ലാനായിട്ട് ഒരു കൂട്ടം ആളുകൾ തയ്യാറാക്കി. ഞാൻ പറഞ്ഞില്ലേ, ജീവനും മരണവും ഒന്നിച്ച് സമ്മേളിച്ച ഈ ഒരു അധ്യായം. യേശുവിന്റെ മരണം കൂടെ ആ കർത്താവിന്റെ മരണത്തെ കുറിച്ച് 11-ലും 12-ലും നാം വായിക്കും. ഒപ്പം ലാസറിന്റെ മരണവും, ലാസറിനെ ഉയർപ്പിച്ച് ജീവൻ കൊടുത്ത ആ ശുശ്രൂഷ. അവിടെ ദൈവനാമം ഏറ്റവും മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയാണ്. എബ്രായ ലേഖനത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക കഴിഞ്ഞ്
ഇങ്ങോട്ട് വരുമ്പോൾ 12-ാമത്തെ അധ്യായം 14-ാമത്തെ അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ ഒരു വാക്കുണ്ട്: ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശുദ്ധി കൂടാതെ ജീവിച്ചാൽ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടവരായി തീരുന്നെങ്കിൽ, ദൈവത്തിന്റെ മക്കളായി തീരുന്നെങ്കിൽ, നാം നീതിയിൽ അവന്റെ മുഖം കാണും, വിശുദ്ധിയിലും അവന്റെ മുഖം കാണും. ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണാൻ സാധ്യമല്ല. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്ത പലരും ഇവിടെയുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ, അല്ലെങ്കിൽ ഇന്ന് രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ്, ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് മുട്ടുകുത്തി ഒന്നും പ്രാർത്ഥിക്കുക: കർത്താവേ, ഞാൻ പാപിയാണ്, എന്റെ പാപത്തിന് പകരക്കാരനായി അങ്ങ് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അങ്ങ് വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയോട് എന്റെ പാപം അങ്ങ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിക്കണം, എന്നെ രക്ഷിക്കണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ രക്ഷിക്കും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല. ഇതൊരിക്കലും മറക്കാൻ പാടില്ല. ഗുരു വിളിക്കുന്നു, ഗുരു വന്നിട്ടുണ്ട്, ഗുരു വിളിക്കുന്നു. ആ വിളി കേട്ട് യേശുവിന്റെ അടുക്കലേക്ക് വരിക. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദാനിയേലിന്റെ പുസ്തകത്തില് ദാനിയേലിനോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്: നീയോ ദാനിയേലേ പോയിക്കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരിക്കായി നീ എഴുന്നേറ്റ് വരും. നീ പോയി വിശ്രമിക്കുക. ഒരു വലിയ അധ്വാനം കഴിഞ്ഞു, പ്രാർത്ഥനാ വീരനായിരുന്നു, ഒട്ടേറെ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി നേടിയെടുത്തു. ഇപ്പോൾ നീ പോയിട്ട് വിശ്രമിക്കുക. നീ വരുമ്പോൾ നിനക്കൊരു ഓഹരി, ആ കാലാവസാനത്തിൽ നിന്റെ ഓഹരിക്കായി നീ എഴുന്നേറ്റ് വരും. ഇയ്യോബ് പറഞ്ഞു: എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് കാണും. ഇയ്യോബിന്റെ മരണത്തിന്റെ കാര്യം പറയുമ്പോൾ 42-ാമത്തെ അധ്യായം അവസാന വാക്യത്തിൽ ഇയ്യോബ് 4 തലമുറയെ കണ്ടാണ് മരിക്കുന്നത്. ഒരു തലമുറയല്ല, 2 തലമുറയല്ല, 3 അല്ല, 4. എന്താ കാരണം? എന്താ ദൈവം വീണ്ടും 10 മക്കളെ കൊടുത്തത്? സാത്താൻ 10 മക്കളെ മാറ്റിയതല്ലേ? വലിയ പരിശോധനയോട് കടന്നുപോയതല്ലേ? 10 മക്കളെ കൊടുത്തു, 4 ഇരട്ടി അനുഗ്രഹിച്ചു, നല്ല മക്കളെയാണ് കൊടുത്തത്. ആ 4 തലമുറകളെയും കാണുവാൻ കർത്താവേ, നീ അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാണ്. ഈ ദൈവം നമ്മെ വഴി നടത്തും. ഈ ദൈവം ജീവനുള്ള ദൈവം, സത്യദൈവം. യേശു ക്രിസ്തു സത്യദൈവമാണ്, ജീവനുള്ളവനാണ്, ജീവൻ തന്നെ നമ്മെ സ്നേഹിച്ചവരാണ്. ജീവൻ എടുക്കാനും ജീവൻ കൊടുക്കുവാനും അധികാരമുള്ളവൻ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, തലമുറകളെ കാണുക, നല്ലൊരു മരണം, ക്രിസ്തുവിലുള്ള മരണം, പ്രത്യാശയുള്ള മരണം, വിശ്വാസത്തിൽ മരിക്കുക, വചനത്തിൽ മരിക്കുക, കർത്താവിൽ മരിക്കുക, കർത്താവിന്റെ അടുക്കലേക്ക് ചെന്ന് ചേരുക. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക, പിതാവിനെ പ്രസാദിപ്പിക്കുക, ദൈവത്തെ അറിയുക, യേശുവിനെ അറിയുക, ദൈവത്തിന്റെ മക്കളായി തീരുക. ഈ സന്ദേശം കൊണ്ട് ദൈവം കേൾവിക്കാരായ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കൂടെ പുതുക്കി ഇയ്യോബിനെ പോലെ നല്ലൊരു മരണം, ദാനിയേലിനെ പോലെ നല്ലൊരു മരണം, പൗലോസിനെ പോലെ പത്രോസിനെ പോലെ നല്ലൊരു മരണം, ദർശനമുള്ള മരണം, ഭക്തന്മാരുടെ മരണം, ദൈവത്തിന് വിലയേറിയ ജീവിതം, വിലയേറിയ മരണം. തന്റെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വിലയേറിയ മരണം, വിലയേറിയ ജീവിതം നയിച്ചാൽ വിലയേറിയ മരണം കിട്ടും. അതിനായി നമുക്ക് പ്രവർത്തിക്കാം. കർത്താവിന്റെ വേല, കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഒന്നും വ്യർത്ഥമല്ല എന്നറിഞ്ഞ് വേലയിൽ വർദ്ധിച്ചു വരുവാൻ, ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ, കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ഈ വചനങ്ങളാൽ ദൈവം സഹായിക്കട്ടെ. ഈ സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ അവസരം തന്നതിൽ നന്ദി പറയുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.